നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം. മനമേ നടത്തിയ വിധങ്ങളെയോർത്ത് ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ രാവുകൾ ജീവിതയാത്രയിൽ കഴിഞ്ഞു പോയി. കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ രാവുകൾ ജീവിതയാത്രയിൽ കഴിഞ്ഞു പോയി. ഞെട്ടിയുണർന്നു ഞാൻ നോക്കുമ്പോൾ താങ്ങും തലോടലുമായി നാഥൻ ചാരയുണ്ട്. ഞെട്ടിയുണർന്നു ഞാൻ നോക്കുമ്പോൾ താങ്ങും തലോടലുമായി നാഥൻ ചാരയുണ്ട്. ആരാധന ചേർന്ന് പാടിക്കേ. ആരാധന ആരാധന ആരാധന. ഒന്നിനും നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം. മനമേ നടത്തിയ വിധങ്ങളെയോർത്ത് നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം. മനമേ നടത്തിയ വിധങ്ങളെയോർത്ത് ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ബഹുമാന്യനും ആദരണീയനുമായ ഈ സഭയിലെ ശുശ്രൂഷകനായ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ അലക്സ് കൊണ്ടാഴി അവറുകൾ, തൻ്റെ കുടുംബം, എസ്പെഷ്യലി എൻ്റെ മരുമകൻ, അതുപോലെ എൻ്റെ മകൾ, അതുപോലെ പ്രിയ മമ്മി, ഇവിടെ ആയിരിക്കുന്ന കർത്തൃദാസന്മാർ, വിശ്വാസികൾ, ആൻറ്റിമാർ, അങ്കിളുമാർ, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. കർത്തൃദാസൻ ഓർപ്പിച്ചതുപോലെ ക്യാൻസർ രോഗത്തിൻ്റെ പിടിയിലായിരുന്നു കഴിഞ്ഞ ചില വർഷങ്ങൾ. കർത്താവ് എന്നാൽ എനിക്ക് സൗഖ്യം നൽകി. നിങ്ങളുടെ മധ്യത്തിൽ ഇത്ര ആരോഗ്യത്തോടെ നിൽക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം എൻ്റെ കൂടെ കീമോ എടുത്തവർ, എൻ്റെ കൂടെ റേഡിയേഷൻ എടുത്തവർ പലരും മാറ്റപ്പെടുന്നത് കാണാൻ എനിക്കിടയായി. എന്നാൽ കർത്താവ് ആ സന്ദർഭങ്ങളിലെല്ലാം അവിടുത്തെ കരം നീട്ടി എന്നെ സൗഖ്യം നൽകി, ആശ്വാസം നൽകി, നിങ്ങളുടെ മധ്യത്തിൽ നിർത്തിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 30 വർഷമായി ശുശ്രൂഷയിലുള്ള ബന്ധത്തിൽ ഞാനായിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണ് കർത്തൃദാസനിലൂടെ നമുക്ക് കേൾക്കുവാനായിട്ട് കർത്താവ് ഇടയാക്കിയത്. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. അടുത്ത വാക്യം എന്താണ്? നീ ആകാശത്തിൽ നിന്റെ തേജസ് വെച്ചിരിക്കുന്നു. നമ്മളൊക്കെ നേരത്തെ പഠിച്ചത് 9 കോടി 30 ലക്ഷം മൈൽ അകലെയാണ് സൂര്യൻ നിൽക്കുന്നതെന്നാണ്. പക്ഷെ ഇപ്പോൾ ശാസ്ത്രം പറയുന്നു 15 കോടിയിലധികമാണ് സൂര്യൻ്റെ അകലം. ചന്ദ്രൻ്റെ അകലം നമുക്കറിയാം 2 കോടി,
38,855 മൈൽ ദൂരെയാണ്. ഇതിനെയൊക്കെ കർത്താവ് അതിശയകരമായി സൃഷ്ടിച്ച് ഈ പ്രകൃതിയിൽ നമുക്ക് വേണ്ടി ആക്കി വച്ചിരിക്കുകയാണ്. ആ ദൈവത്തിൻ്റെ മഹത്വം എത്ര വലുതാണ്! ഈ മഹത്വത്തെ വർണ്ണിക്കേണ്ടതിന് പകരം നമുക്ക് നേരത്തെ കേട്ടല്ലോ, പരീശന്മാരും ശാസ്ത്രിമാരും പ്രൈസ് ദി ലോർഡ് ഇതിനെയൊക്കെ സൃഷ്ടിച്ച ആ സൃഷ്ടികർത്താവിനെ നിന്ദിക്കുമ്പോൾ ശിശുക്കളും മുലകുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ദൈവം പുകഴ്ച നൽകുന്നു എന്നുള്ളതാണ് നമുക്ക് കേൾക്കുവാനിടയായിത്തീർന്നത്. ഇനി മറ്റൊരു വാക്യം ഞാൻ പറയാം. ഇവര് ആരും സ്തുതിച്ചില്ലെങ്കിലും എന്ന് പറഞ്ഞ അടുത്ത വാക്യം പറഞ്ഞേ, ഈ കല്ലുകൾ ആർത്ത് സ്തുതിക്കും. ഇനി കുഞ്ഞുങ്ങളും സ്തുതിക്കുന്നില്ലെങ്കിലും ദൈവത്തിന് പ്രശ്നമൊന്നുമില്ല, കല്ലുകൾ എന്ത് ചെയ്യും? ആർത്ത് സ്തുതിക്കും. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനത്തിൽ നിന്നൊരു കാര്യം പറഞ്ഞ് ഞാൻ വേഗത്തിൽ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. 34-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേർന്ന് പറയാമോ? 34-ാം സങ്കീർത്തനം 5-ാം വാക്യം പറഞ്ഞേ. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനത്തെക്കുറിച്ച് ഒരു പണ്ഡിതൻ പറഞ്ഞിരിക്കുന്നത്, സങ്കീർത്തനം എന്ന് പറയുന്നത് ആളിക്കത്തുന്ന പർവ്വതത്തിൽ പെയ്തിറങ്ങുന്ന ഹിമത്തുള്ളികൾ എന്നാണ്. നാളുകളായി വിണ്ടുണങ്ങിക്കിടക്കുന്ന ഒരു പർവ്വതം, ആ പർവ്വതത്തിൽ എങ്ങനെയോ അഗ്നി പടർന്നു പിടിച്ചു, സകലവും കത്തി ചാമ്പലായിക്കൊണ്ടിരിക്കുന്നൊരു സാഹചര്യം. പലരും ഈ അഗ്നി അണയ്ക്കുവാൻ പരിശ്രമിച്ചു. ഗവൺമെൻറ് പോലും പരിശ്രമിച്ചിട്ടും ഈ തീ അണയ്ക്കാൻ കഴിയുന്നില്ല. അത്രമാത്രം വരൾച്ചയുള്ള ഈ സാഹചര്യത്തിൽ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന പർവ്വതം, എന്തും സംഭവിക്കാം, ആൾനാശം സംഭവിക്കാം. ആ സസ്യങ്ങൾ, അതുപോലെ വലിയ വൻ വൃക്ഷങ്ങൾ ഒക്കെ ചാമ്പലാകി പോകാനുള്ള സാധ്യതകളുണ്ട്. എന്ത് ചെയ്യണം എന്നറിയാതെ ആശയക്കുഴപ്പത്തിലായിരിക്കുമ്പോൾ, ആർക്കും ഒരു പ്രതീക്ഷയുമില്ലാതിരിക്കുന്ന വേളയിൽ ആകാശത്തു നിന്നും പെയ്തിറങ്ങുന്ന ഹിമത്തുള്ളിയുടെ ആ നനവ് കൊണ്ട് ആളിക്കത്തുന്ന തീയൊന്ന് ശമിപ്പിക്കുവാൻ കഴിഞ്ഞതുപോലെയാണ് സങ്കീർത്തനം എന്ന് പറയുന്നത്. ഈ സങ്കീർത്തനം നമുക്കില്ലെങ്കിൽ നമ്മുടെ ചില പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരമില്ല. നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ, ഭാരങ്ങൾ വരുമ്പോൾ, വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം വായിച്ച് ധ്യാനിക്കുന്ന എത്ര പേരുണ്ട്? ആരെങ്കിലും വായിക്കുമോ? ഇല്ല. എല്ലാം വായിക്കുന്നത് സങ്കീർത്തനമാണ്. ആരും നമ്മുടെ അടുക്കലില്ല. വളരെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഓടിച്ചെന്ന് വായിക്കുന്ന, ബൈബിൾ എടുത്ത് വായിക്കുന്നു. 46-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണ്, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും മതി. ഒന്നും വേണ്ട, മക്കളെല്ലാം അമേരിക്കയിലും UK-യിലും സ്വിറ്റ്സർലൻഡിലും ഒക്കെയാ. സ്തോത്രം. ഇവിടെ അപ്പച്ചനും ഉണ്ട്, അമ്മച്ചിയുണ്ട്, ഒരു പട്ടിയുണ്ട്, ഒരു വേലക്കാരിയുണ്ട്. പ്രശ്നങ്ങളുടെ നടുവിൽ അമ്മച്ചി നിലവിളിക്കുമ്പോൾ ആര് കേൾക്കാനാ? ഒന്നുമില്ല. ആശ്വസിക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനം വായിച്ച് ധ്യാനിച്ചു കഴിഞ്ഞപ്പോൾ അമ്മച്ചിയുടെ പ്രശ്നത്തിന് പരിഹാരമായി. ഇന്ന് പകലിൽ ആളിക്കത്തുന്ന പർവ്വതം പോലെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ നടുവിൽ ആരെങ്കിലും ഈ സഭായോഗത്തിൻ്റെ നടുവിൽ ഞങ്ങളെ കേൾക്കുന്നുവെങ്കിൽ ഒരു കാര്യം വിളിച്ചു പറയട്ടെ, നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ ലോകത്തിലെ ആർക്കും കഴിയത്തില്ല. ലോകത്തിലെ ഒരു വ്യക്തിക്കും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം വരുത്തുവാൻ കഴിയുകയില്ല. പക്ഷേ ദൈവവചനത്തിന് നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ കഴിയും. ആ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. തകർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങേണ്ടതിന് ദൈവം എനിക്ക് എന്ത് ചെയ്തിരിക്കുന്നു? ശിഷ്യന്റെ നാവ് തന്നിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത്. ഏതെങ്കിലും വിഷയത്തിൽ ഞാൻ ഒറ്റയ്ക്ക് ആണ് ഇപ്പോൾ ആയിരിക്കുന്നത്. ആമേൻ. എനിക്കങ്ങനെ നിരാശകളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. കാരണം ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്, ദൈവകൃപ നമ്മുടെ മധ്യത്തിലുണ്ട്. ആ ദൈവകൃപയെ അനുഭവിക്കുമ്പോൾ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. ഇന്ന് ലോകത്തിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എന്താ നിങ്ങൾക്കറിയാമോ? 140 കോടി ജനം നമ്മുടെ ഭാരതത്തിലുണ്ട്.
ഈ 140 കോടി ജനങ്ങളിൽ എടുത്താൽ ഭൂരിപക്ഷം ജനത്തിനുള്ള ഒരു പ്രശ്നം ഡിപ്രഷൻ. കർത്താവിന് സ്തോത്രം. നിങ്ങൾ നോക്കിക്കേ, ഏതെങ്കിലും വിധത്തിൽ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാ. എനിക്കാരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് എന്നുള്ള ആ ചിന്ത പിശാച് നമ്മുടെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് നമ്മളെ നിരാശയിലേക്കും നമ്മളെ പരാജയത്തിലേക്കും നയിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയാം, നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ സമീപയുണ്ട്. ആ വചനം നിങ്ങളെ ആശ്വസിപ്പിക്കും. ആ വചനം നിങ്ങൾക്ക് പ്രത്യാശ നൽകും. രണ്ടാമത്തെ ഒരു വിഷയമെന്ന് പറയുന്നത് മുക്കുവന്റെ വലയിലെ പൊങ്ങുതടിയാണ് സങ്കീർത്തനം എന്ന് പറയുന്നത്. ഞാൻ തിരുവനന്തപുരം പട്ടണത്തിലാണ് ജീവിക്കുന്നത് കൊണ്ട് മിക്കവാറും മത്സ്യം വാങ്ങിക്കാൻ വിഴിഞ്ഞത്ത് പോകാറുണ്ട്. സ്തോത്രം. ഇനി എന്തെങ്കിലും ചെറുതാ കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ഞങ്ങൾ കുടുംബമായിട്ട് വണ്ടിയെടുത്ത് സാധാരണ കടൽ തീരത്തൊക്കെ പോകാറുണ്ട്. അന്നൊക്കെ ഞങ്ങൾ പ്രാരംഭഘട്ടങ്ങളിൽ വല വലിച്ചു കയറ്റുന്ന കൂട്ടത്തിൽ ഞാനും വലിച്ചു കയറ്റിയിട്ടുണ്ട് അവരുടെ കൂട്ടത്തിൽ നിന്ന്. സ്തോത്രം. ഇപ്പോൾ അതില്ല. ഇപ്പോൾ ബോട്ടിലാണ് ചെന്ന് മീൻ പിടിക്കുന്നത്. അപ്പോൾ ഈയക്കട്ടകൾ പിടിപ്പിച്ച വല സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് മത്സ്യത്തിനായി എറിയുമ്പോൾ ആ ഈയക്കട്ടകളുടെ ഭാരം നിമിത്തം ഈ വല ആഴത്തിലേക്ക് പോകുന്നു. പക്ഷേ ആഴത്തിലേക്ക് പോകുന്ന വലയെ പൊക്കി നിർത്തുന്ന, താണുപോകാതെ ആഴത്തിലേക്ക് അത് എന്നേക്കുമായി നിബദിച്ചു പോകാതെ, സ്തോത്രം, അതിനെ ഉറപ്പിച്ചു നിർത്തുന്ന അല്ലെങ്കിൽ പൊങ്ങിക്കിടക്കുവാൻ സഹായിക്കുന്നത് മറ്റൊന്നുമല്ല, എന്താണ്? പൊങ്ങുതടികളാ, അല്ലേ? ആ പൊങ്ങുതടി കാണുമ്പോൾ നമുക്കൊരു കാര്യം അറിയാം, വല ആഴത്തിൽ പോയിട്ടില്ല, വല നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. ഇന്നത്തെ പകൽക്കാലം ഞാൻ വിളിച്ചു പറയാം, ജീവിതത്തിൻ്റെ വൈധന്യയുടെ നടുവിൽ താണുപോകും, ഇനി ഒരു പ്രതീക്ഷയുമില്ല, ഈ ആഴക്കടലിൽ എന്നേക്കുമായി എൻ്റെ ജീവിതം അസ്തമിക്കുമെന്ന് പറഞ്ഞ് നിരാശയോടെ ഇരിക്കുവാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ നടുവിൽ നമ്മെ ആശ്വസിപ്പിച്ച് നമ്മെ ധൈര്യപ്പെടുത്തി പ്രശ്നങ്ങളുടെ നടുവിലും നമ്മെ ശക്തിയോടെ മുൻപോട്ട് നയിക്കുന്ന പ്രേരക ശക്തിയാണ് സങ്കീർത്തനം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. അതിലൂടെ ആശ്വാസം പ്രാപിച്ചിട്ടുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ആത്മീയ സാന്നിധ്യത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പൊ അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. സ്തോത്രം. 3 വിധ നോട്ടങ്ങളെ കുറിച്ച് ഞാനിന്ന് പറയാം. 3 വിധ നോട്ടങ്ങൾ. ഒന്ന്, ചുറ്റുപാടിലേക്ക് നോക്കുന്നവരുണ്ട്. സ്തോത്രം. ചുറ്റുപാടിലേക്ക് ദൈവത്തെ നിങ്ങൾ ചുറ്റുപാടിലേക്ക് നോക്കി നിങ്ങളെ തന്നെ നിരാശപ്പെടുത്തി ആത്മീയത നഷ്ടപ്പെടുത്തി കളയരുത്. ആസാഫ് എന്ന വാക്കിൻ്റെ അർത്ഥം കൂട്ടിച്ചേർക്കുന്നവനെന്ന. ആസാഫ് എന്ന വാക്കിൻ്റെ അർത്ഥം അതൊക്കെ പ്രസംഗിക്കാൻ സമയം നമ്മുടെ മുൻപിലില്ലല്ലോ. സ്തോത്രം. അപ്പൊ ആസാഫിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആലയത്തിൽ പാടിയവനാ, ദൈവത്തിന്റെ ആലയത്തിൽ ശുശ്രൂഷിച്ചവനാ, ദൈവ സാന്നിധ്യം അനുഭവിച്ചവനാ. പക്ഷേ ഒരു ദുർബല നിമിഷത്തിൽ തൻ്റെ നോട്ടം ലോകത്തിലേക്കായി. അവൻ എന്താ പറഞ്ഞത്? 73-ാം സങ്കീർത്തനത്തിൽ, സ്തോത്രം, ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നുന്നു, അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ, അവരുടെ ദേഹം തടി ചുരുണ്ടിരിക്കുന്നു, അവരുടെ കണ്ണ് പുഷ്ടി കൊണ്ട് ഉന്തി നിൽക്കുന്നു, അവരുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ കവിഞ്ഞൊഴുകുന്നു, അവർ പണം ബാങ്കിൽ നിക്ഷേപിക്കുന്നു, അവർ മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നില്ല. ഒക്കെ പ്രശ്നമാ. ലക്ഷ്യം തെറ്റിപ്പോയി, ദൈവ സാന്നിധ്യത്തിൽ നിന്നും അവൻ അകന്നുപോയി, മനസ്സുകൊണ്ടെങ്കിലും അകന്നുപോയി. എന്താ? ലോകത്തിൻ്റെ സ്ഥിതിഗതിയിലേക്ക് അവൻ്റെ കണ്ണുകൾ പായിച്ചു കഴിഞ്ഞപ്പോൾ ആത്മീയ അന്ധത, ആത്മീയമായിരിക്കുന്ന സാന്നിധ്യം അവനിൽ നിന്നും അകന്നുപോയി. കർത്താവിന് സ്തോത്രം. ആരെങ്കിലുമൊക്കെ ജീവിതത്തിൽ കാണും, അല്ലേ? അല്ലെങ്കിൽ ദൈവാത്മാവ് പറയത്തില്ലത്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് സ്തോത്രം. ആമേൻ. പ്രാർത്ഥിക്കുന്നുണ്ടാകാം, പാടുന്നുണ്ടാകാം, അന്യഭാഷ പറയുന്നുണ്ടാകാം, ഒക്കെ ശരിയാ. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്യരുത്. മറ്റുള്ളവരെ താരതമ്യം ചെയ്ത് നമ്മുടെ ആത്മീയതയെ ഒരിക്കലും നമ്മൾ തന്നെ നശിപ്പിക്കുവാൻ ഇടയാകരുത്.
അവർ വലിയ വീട് വെച്ചു, അതിന് നിനക്ക് എന്നാ കുഴപ്പം? സ്തോത്രം. അവർ വലിയ കാറ് വാങ്ങിച്ചു, വാങ്ങിക്കട്ടെ, സ്തോത്രം. അതൊക്കെ ശരിയാ. പക്ഷെ ദൈവം നിന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ചില നിർണയങ്ങളുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഭാവിക്കേണ്ടതിന് മീതെ നമ്മൾ ഭാവിച്ചുയരാതെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ചില വിശ്വാസത്തിൻ്റെ അളവുണ്ട്. ആ അളവിന്മേൽ നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത വൻ കാര്യങ്ങൾ ചിന്തിച്ച് നമ്മുടെ ആത്മീയത നഷ്ടപ്പെടുത്തി കളയുവാനല്ല. പ്രൈസ് ദി ലോർഡ്. ആസാഫിനെ പോലെ ഏതെങ്കിലും നിലകളിൽ, ഏതെങ്കിലും നിലവാരങ്ങളിൽ ജീവിതത്തിൽ പുറകോട്ടിറങ്ങിപ്പോയ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ പാദപീഠത്തിൽ നമ്മളെ തന്നെ സമ്പൂർണമായും ഏൽപ്പിച്ചു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. അവസാനം ഗത്യന്തരമില്ല, കാരണം ആത്മീയനാണല്ലോ, ലോകത്തിലോട്ട് പോകാൻ പറ്റത്തില്ല. അവസാനം ഇവൻ്റെ ഒറ്റ പരിപാടി, കാരണം ആത്മീയരായ നമ്മൾക്ക് അതാണ് എൻ്റെ വിഷയം. നമുക്ക് ലോകത്തോട്ട് പോകാൻ പറ്റത്തില്ല. അവസാനം നമ്മൾ പിടിച്ചു നിന്ന് നോക്കി രക്ഷയില്ലെന്ന് കണ്ടപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെന്നു. അവിടെ ചെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം അവനോട് സംസാരിച്ചു. മോനെ, നീ ഈ മണിക്കൂറുകളൊക്കെ നേരത്തെ ദൈവദാസൻ പറഞ്ഞതുപോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച് നമ്മുടെ സമയം കളയരുത്. ദൈവസന്നിധിയിൽ നീ പ്രാർത്ഥിക്ക്. പ്രാർത്ഥനയുടെ നടുവിൽ നിന്റെ വിഷയത്തിന് മറുപടിയുണ്ട്. ആസാബ് എത്രയോ മണിക്കൂറുകൾ ലോകത്തിലേക്ക് കണ്ണുകൾ പായിച്ച് ആവശ്യമില്ലാത്ത ചിന്തകളും ഭാരങ്ങളും ഹൃദയത്തിൽ വെച്ച് നടന്നു. പക്ഷേ പരിഹാരമില്ലാതെ അവസാനം ദൈവസന്നിധിയിൽ വന്നു പ്രാർത്ഥിച്ചപ്പോൾ അവന് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടു, അവനോട് സംസാരിച്ചു. അവർ നിശ്ചയമായി വഴുവഴുപ്പിലാ നിൽക്കുന്നത്, പക്ഷേ നിന്നെ ഞാൻ എൻ്റെ വലങ്കരത്തിൽ പിടിച്ചിരിക്കുകയാ. ഉറപ്പുള്ള ദൈവമക്കൾ ആ കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട്. ലോകത്തിലേക്ക് നോക്കി പരാജയപ്പെടുന്നവരുടെ കൂട്ടത്തിലാകരുതേ. നമുക്കൊന്നുമില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മെ വിളിച്ചവൻ വിശ്വസ്തനായ ദൈവമാ. അവൻ അന്ത്യം വരെ നമ്മെ നടത്തും. എന്നിട്ട് അവിടെ കൊണ്ട് തീർന്നോ ദൂത്? ഇല്ല. ആമേൻ. ഞാൻ നിന്റെ വലങ്കരത്തിൽ പിടിച്ചിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞത് എന്താണെന്നറിയാമോ? ഇവിടം കൊണ്ട് തീരുന്നതല്ല, ഇതിന്റെ അപ്പുറത്ത് ഞാൻ നിന്നെ എത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ വലങ്കരത്തിൽ നിന്നെ പിടിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പിന്നത്തേതിൽ ഞാൻ എന്ത് ചെയ്യും? മഹത്വത്തിലേക്ക് കൈക്കൊള്ളും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം നടച്ചാട്ടെ. ആമേൻ. സ്തോത്രം. ലോകത്തിലേക്ക് അവന്റെ കണ്ണുകൾ പായച്ചപ്പോൾ അവൻ പരാജിതനായെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാൻ ആരെങ്കിലും തയ്യാറാകുമോ? അവരുടെ മേൽ ദൈവത്തിന്റെ ചില പദ്ധതികൾ വെളിപ്പെടാൻ പോകുന്ന വർഷമാണിത്. അവങ്കിലേക്ക് നോക്കിയവർ ഒന്ന് പ്രകാശിതരായി. രണ്ട്, ആ സങ്കീർത്തനത്തിൽ നിങ്ങൾ കാണാം, ഹൃദയം നുറുങ്ങി ദൈവമുഖത്തേക്ക് നോക്കിയവർക്ക് അവൻ അവർക്ക് സമീപസ്ഥനായി. പ്രൈസ് ദി ലോർഡ്. കരുതുന്നൊരു ദൈവത്തെ കാണാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. പരിപാലിക്കുന്ന ഒരു ദൈവത്തെ കാണാൻ സാധിക്കും. സമീപസ്ഥനായ ഒരു ദൈവത്തെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ക്ലോസ് യുവർ ഐസ്. എല്ലാ കണ്ണുകളും ഒരു നിമിഷം നടച്ചേ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, ലോകത്തിലേക്ക് നിന്റെ കണ്ണുകൾ പായിക്കല്ലേ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തനുമായ യേശുവിലേക്ക് നോക്കി ഈ ദിവസങ്ങളിൽ യാത്ര ചെയ്യ്. രോഗങ്ങൾ വന്നേക്കാം, ഭാരങ്ങൾ വന്നേക്കാം, പ്രതിസന്ധിയിലൂടെ നീ കടന്നുപോയെന്ന് വന്നേക്കാം. നിരാശപ്പെട്ട് ഒതുങ്ങുവാനല്ല, കർത്താവിന്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. അവൻ ഇന്ന് പകൽക്കാലം നമ്മുടെ മുഖത്തെ ലജ്ജിപ്പിക്കുവാൻ അല്ല, നമ്മുടെ മുഖത്തെ പ്രകാശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. 2025 പ്രാരംഭമധ്യത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നു. വരും മാസങ്ങളിൽ ദൈവത്തിന്റെ വിടുതലിന്റെ വമ്പൻ പദ്ധതികൾ ജീവിതത്തിൽ കണ്ട് സന്തോഷിപ്പാൻ, അറിയാത്ത ചില വഴികൾ നമുക്ക് വേണ്ടി തുറക്കുന്നത് കണ്ട് സന്തോഷിപ്പാൻ സ്വർഗം നമുക്ക് ഭാഗ്യമൊരുക്കും. നമുക്ക് കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം.